Hare Krishna, Hare Krishna, Krishna Krishna. ഹരേ കൃഷ്ണ. ഇന്ന് ശീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന ഡിവോട്ടി, അദ്ദേഹം തന്നെ ബുക്കില് മെമ്മറീസ് ഓഫ് ശീല പ്രഭുപാദ് എന്ന് പറഞ്ഞ ബുക്കില് മുതിർന്ന ശിഷ്യന്മാരുടെ ശീല പ്രഭുപാദുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്ന് യമുന മാതാജി പറഞ്ഞൊരു കാര്യമാണ്. യമുന മാതാജി ആദ്യമായിട്ട് ശീല പ്രഭുപാദിനെ കാണുമ്പം യമുന മാതാജിയുടെ സഹോദരിയായിട്ടുള്ള ജാനകി മാതാജിയുടെ വിവാഹത്തിന്റെ തലേദിവസമാണ് കാണുന്നത്. അന്ന് ശീല പ്രഭുപാദ് തലേദിവസം ദീക്ഷ നടന്നിരുന്നു. ജാനകി മാതാജിക്കൊക്കെ ദീക്ഷ കിട്ടിയിരുന്നു. മുകുന്ദ ജാനകി അവരുടെ വിവാഹമാണ്. അപ്പം മുകുന്ദപ്രഭുവിനും ജാനകി മാതാജിക്കും ദീക്ഷ കിട്ടിയിരുന്നു. അപ്പം ദീക്ഷയ്ക്ക് ശേഷം പ്രഭുപാദ് വലിയൊരു ഫീസ്റ്റ് അവിടെ കൂടിയവർക്കൊക്കെ ഉണ്ടാക്കി. അപ്പൊ പ്രഭുപാദ് അത് ഫീസ്റ്റ് ഉണ്ടാക്കിയപ്പം ആദ്യമായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത് ജാനകി മാതാജിയുടെ സഹോദരിയായ യമുന മാതാജിയാണ്. അപ്പൊ യമുന മാതാജി ഈ പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് അന്ന് വരുന്നത്. പ്രഭുപാദിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പ്രാക്ടീസുകൾ, നാമജപം, ഇതെല്ലാം ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത്. പക്ഷെ പ്രഭുപാദ് അവരെ തൻ്റെ കിച്ചൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിച്ചപ്പം മാതാജി വന്ന് പ്രഭുപാദിൻ്റെ കൂടെ നിന്ന്. അപ്പം പ്രഭുപാദ് ഒരു സർവീസാണ് മാതാജിക്ക് കൊടുത്തത്, ആലു കച്ചോരി ഉണ്ടാക്കാനായിട്ട്. ആദ്യമായിട്ടാണ് മാതാജി അത് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം, അല്ലെങ്കിൽ അതൊരു ഗ്രീസി ആയിട്ട് ഇരിക്കും. അപ്പം ഗ്രീസി ആവാത്ത രീതിയിൽ ചെയ്യണം. പിന്നെ അത്രയും പേർക്കും അതുണ്ടാക്കണം. മാതാജി പറഞ്ഞത് 8 മണിക്കൂർ എടുത്തു എനിക്ക് അത്രയും പ്രിപ്പയർ ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രഭുപാദും അതേപോലെ തന്നെ നിന്ന് ആ ഫീസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ മാതാജിക്ക് ആ ഒരു സർവീസ് മാത്രമാണ് പ്രഭുപാദ് കൊടുത്തിരുന്നത്. അപ്പം ഈ പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ പ്രിൻസിപ്പിൾസും ഇതൊന്നും മാജിക്ക് അറിയില്ല. അപ്പം മാജി വന്നത് ഒരു ടീഷർട്ട്, ഒരു സ്കർട്ട് ഇട്ടിട്ടാണ് അതിനകത്ത് വന്നത്. ടെമ്പിൾ ഹാളിൽ വന്നത്, ടെമ്പിളില് കിച്ചണിൽ വന്നത്. പ്രഭുപാദ് ഒന്നും പറഞ്ഞില്ല. പ്രഭുപാദ് അവർക്ക് ആ സർവീസ് കൊടുക്കുക ചെയ്ത്. അതിനുശേഷം മാജിയുടെ ഒരു ഹാബിറ്റ് എന്ന് വെച്ചാൽ റെഗുലർലി സിഗരറ്റ് വലിക്കുക എന്നുള്ളായിരുന്നു. അപ്പം മാജി പ്രഭുപാദിനോട് ചോദിച്ചു, ക്യാൻ ഐ ഹാവ് എ സിഗരറ്റ്, എനിക്കൊരു സിഗരറ്റ് വലിക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ പ്രഭുപാദ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞത് ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞു, കൈയെല്ലാം കഴുകാനായിട്ട് പറഞ്ഞു. പിന്നെ അടുത്തത് മാജി പിന്നെ ചോദിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് പറഞ്ഞു കൊടുത്തു, 4 യമനിയമങ്ങൾ പറഞ്ഞു കൊടുത്തു. നോ ഇൽസിറ്റ് സെക്സ്, നോ ഇൻടോക്സിക്കേഷൻ, നോ ഗാംബ്ലിംഗ്, നോ മീറ്റ് ഈറ്റിംഗ്. ഇത് പറഞ്ഞു കൊടുത്തു മാജിക്ക്. പിന്നെ അടുത്തത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് മാജി ചോദിച്ചു, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് കൈ കഴുകാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാജി പറഞ്ഞു, അവിടെ നല്ല ചൂടായിരുന്നു, മാജി നല്ലപോലെ വേർക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശീല പ്രഭുപാദിനോട് പറഞ്ഞു, ഇത് വളരെ ചൂടാണ് പ്രഭുപാദായ, പെസ്പേറിങ്, ഞാൻ വേർക്കുന്നുണ്ട് എന്നിങ്ങനെ മാതാജി പറഞ്ഞു. പിന്നെ ശീല പ്രഭുപാദ് പറഞ്ഞു ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാത്തിനും ഒരേ ഉത്തരവാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്, ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് എന്ന്. അപ്പം എന്നിട്ട് പ്രഭുപാദ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു, നമ്മള് ഈശ്വരന് വേണ്ടി കുക്ക് ചെയ്യുമ്പം, ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യുമ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ സന്തോഷിക്കും എന്നല്ല നമ്മൾ നോക്കേണ്ടത്, ഈശ്വരന്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം സിഗരറ്റ് വലിക്കണം എന്നുള്ള തോന്നലും അവിടെ നിന്ന് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തോന്നലുകളും ഒക്കെ അതൊരു സബ്റ്റിലായിട്ട് സൂക്ഷ്മമായിട്ടുള്ളൊരു കണ്ടാമിനേഷൻ ആയിട്ടാണ് ശീല പ്രഭുപാദ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ചിന്ത വരുമ്പോൾ തന്നെ ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് എന്ന് ശീല പ്രഭുപാദ് പറഞ്ഞത്. അപ്പം ആ ഒരു
ആ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പം പോയി കൈ കഴിയുമ്പോഴത്തേന് ആ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തയ്ക്കും ഇത് ഇവിടെ വേണ്ടാത്തൊരു ചിന്തയാണ്, എൻ്റെ ഭക്ഷണം, എൻ്റെ വെള്ളം, എൻ്റെ ശാരീരിക സന്തോഷം, ഇതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഈശ്വരനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഈശ്വരൻ എങ്ങനെയാണ് തൃപ്തിപ്പെടേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടതെന്നുള്ള ആ ഒരു സന്ദേശം നമ്മുടെ അവബോധത്തിലെത്തും. അതാണ് ശീല പ്രഭുപാദ് പറയുന്നത്, ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് എന്ന്. അപ്പം ഇതിൽ ഇങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേന് മാതാജിക്ക് ആ ഒരു ബോധത്തിലേക്ക് വരികയും പിന്നെ പിൻകാലത്ത് മാതാജി ഇസ്കോണിലെ ഏറ്റവും മികച്ച ഒരു കുക്കായിട്ട് മാറുകയും ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ഭാവിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ശീല പ്രഭുപാദ് ആദ്യമായിട്ട് വന്ന ഒരാളിനെ പോലും, അവർക്ക് എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് അറിയാത്ത ആളിനെ പോലും പതുക്കെ അവരെ സേവനത്തിൽ ഏർപ്പെടുകയും അതേപോലെ തന്നെ എങ്ങനെ പ്രോപ്പറായിട്ട് അവരെ ട്രെയിൻ ചെയ്തതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. All glories to Srila Prabhupada.